ഇന്നലെ പ്രഖ്യാപനം, ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം വേദി. എൻഡിഎ മുന്നണിയിലേക്ക് എത്തിയ 2020 വാർത്തകളിൽ നിറഞ്ഞു നിൽക്കെ പക്ഷേ പാർട്ടിയിൽ ഇതാ പ്രതിസന്ധി രൂപപ്പെടുകയാണ്. എൻഡിഎ പ്രവേശനത്തിന് പിന്നാലെ 2020 നേതാക്കൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു. കോൺഗ്രസിലേക്കാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ചേക്കേറുന്നത്. ബിജെപിയുമായുള്ള ബാന്ധവത്തെ അവർ എതിർക്കും. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല 2020 BJP ബന്ധം. ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത്. ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി. ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒട്ടനവധി പേര് പാർട്ടിയിൽ നിന്നും രാജിവെക്കാനായിട്ട് തീരുമാനമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കൂട്ടരാജി തന്നെ പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായിട്ടും. 2020 എൻഡിഎ പ്രവേശനം സാമ്പത്തിക ലക്ഷ്യം വെച്ചാണ് എന്ന് PV ശ്രീനിജനും ആരോപിക്കുകയാണ്. എൻഡിഎ സഖ്യം വഴി ബിസിനസ് നേട്ടമുണ്ടാക്കാനാണ് സാബു എം ജേക്കബിന്റെ ശ്രമം. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ CPM-ലേക്ക് വരും. 2020 BJP സഖ്യത്തെ ഭയമില്ല എന്ന് KS അരുൺകുമാർ പ്രതികരിച്ചു. കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്ത് മെമ്പർമാരടക്കം രാവിലെ 2020 പ്രവർത്തനം നിർത്തി രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഈ മണ്ഡലത്തിൽ, അതുപോലെ സമീപ മണ്ഡലത്തിൽ 2020 പ്രവർത്തനം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള തുടർ പ്രചാരണ പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. കിറ്റും കൊടുത്തു, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയും കൊടുത്ത്, കുറേ മോഹനസുന്ദര വാഗ്ദാനം കൊടുത്ത് അവരെ ഈ വാഗ്ദാനത്തിലൊക്കെ വീഴ്ച കൊണ്ടുപോയി ഒരു ചതിക്കുഴിയിൽ മധ്യമേഖല LDF ജാഥയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട MLA നയിക്കുന്ന ജാഥ ഈ മണ്ഡലത്തിൽ ഫെബ്രുവരി 6, 7, 8 തീയതികളിലുണ്ട്. പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് 2020 പ്രതിസന്ധിയിലാക്കുമോ? എന്താണ് ഇനിയുള്ള സാധ്യതകൾ? കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കർ വിശദീകരിക്കും. 2020 എൻഡിയുടെ ഭാഗമായതിൽ കുന്നത്തുനാട്ടിലെ CPM-ഉം കോൺഗ്രസും വലിയ സന്തോഷത്തിലാണ്. കാരണം സാബു എം ജേക്കബ് ഔദ്യോഗികമായി എൻഡിയുടെ ഭാഗമായ അതേ മണിക്കൂറിൽ തന്നെ നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും 2020 വിട്ട് വന്ന് തങ്ങളുടെ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിലാണ് ഇന്ന് ചേർന്നിരിക്കുന്നത്. റസീന പരീദ് എന്ന വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കോൺഗ്രസിൽ ചേരുന്നത് മാത്രമല്ല, അവർ 2020-ക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് 2020 ഒരു സർവേ നടത്തിയിരുന്നു. റോയൽറ്റി കാർഡ് വിതരണത്തിന് വേണ്ടി നടത്തിയ ആ സർവേയിൽ ജാതി, മതം എന്നിവ കൃത്യമായി ചോദിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് BJPക്ക് വേണ്ടി റിക്രൂട്ടിംഗ് നടത്താനായിരുന്നു എന്നതാണ് പരീദ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ രഞ്ജു പുളിഞ്ചോടും ജി മാവേലിയും ചേർന്നിട്ടുണ്ട്. PM നാസർ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ഇന്ന് 2020 നിന്ന് രാജിവെച്ചു. പൂക്കാട്ടുപടി നോർത്തിൽ നിന്ന് നിരവധി പ്രവർത്തകരും രാജിവെച്ചിട്ടുണ്ട്. CPM വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ നീക്കത്തെ കാണുന്നത്. അവർ പറയുന്നത് തങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 2020 BJPയുടെ ഏജൻ്റാണ് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കന്മാരും പ്രവർത്തകരും CPM-ലേക്ക് വരും. നിലവിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൗതുകമായി ഉയരുന്ന ചോദ്യമെന്ന് പറയുന്നത് 4 പഞ്ചായത്തുകളിൽ 2ഇടത്തെങ്കിലും 2020 കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഭരിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്ത് തീരുമാനമായിരിക്കും 2020 അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കുക? വടവുകോട് പഞ്ചായത്തിൽ തന്നെ കോൺഗ്രസും 2020 തമ്മിൽ അധികാരം പങ്കിടുകയാണ്. അപ്പോൾ അവിടെ എന്ത് നിലപാടെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കുന്നത്തുനാട് മുൻ MLA ആയ VP സജീന്ദ്രൻ പറയുന്നത് അക്കാര്യത്തിൽ ജില്ലാ നേതൃത്വം തീരുമാനം എടുക്കും എന്നുള്ളതാണ്. എന്തായാലും 2020-യുടെ NDA പ്രവേശനത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് 2020-ലാണ് ഏറ്റവും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാകുന്നത്. നിരവധി പ്രവർത്തകരും നേതാക്കന്മാരും ആ പാർട്ടി വിടുന്നത് അതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. ആന്റണി ഗ്രീൻ, അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.